ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 RRB NDPC എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് ജോഗ്രഫിയുടെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വർഷം NDPC എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, in which of the following important trees are found in tropical evergreen forest? നമ്മുടെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രീ ഇതിലാരാണ്? അപ്പോൾ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യഹരിത വനങ്ങളാണല്ലേ എവർഗ്രീൻ അല്ലേ, നിത്യഹരിത വനങ്ങൾ അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആരൊക്കെയാടാ? നിത്യഹരിത വനം, എവർഗ്രീൻ ഫോറസ്റ്റിന് എക്സാമ്പിളാണ്. പ്രധാനമായും നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ്, ഒന്ന് മഹാഗണി, മറ്റൊന്ന് എബണി. കേട്ടോ, എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് കേട്ടാൽ മനസ്സിൽ എപ്പോഴും വെക്കേണ്ട രണ്ട് എക്സാമ്പിളാണ് മഹാഗണിയും എബണി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എബണി ഉണ്ട്, ഓപ്ഷൻ സി. സോ ആൻസർ ഓപ്ഷൻ സി എബണിയാണ്. അതുപോലെ തേക്കാണ്, നമ്മുടെ തേക്കാണ് എപ്പോഴും ഓർത്ത് വയ്ക്കുക, അത് ഡെസിഡിയസ് ഫോറസ്റ്റുകളാണ്. ഡെസിഡിയസ് ഫോറസ്റ്റ് ഉദാഹരണമാണ് ആര്? തേക്ക് മരം. അതുപോലെ പൈനും ഓക്കൊക്കെ ആണെങ്കിലോ, പൈന് ഓക്ക് ഇവരൊക്കെ കോണിഫറസ് ആണല്ലേ, എന്ന് പറഞ്ഞാൽ ഏത് ട്രീസാ? മൗണ്ടൻ ഫോറസ്റ്റിന് അല്ലേ, മൗണ്ടൻ ഫോറസ്റ്റിന് ഉദാഹരണമാണ് ആര്? പൈനും ഓക്ക് പോലുള്ള മരങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവർഗ്രീൻ ഫോറസ്റ്റ്, ഡെസിഡിയസ് ഫോറസ്റ്റ്, മൗണ്ടൻ ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിത്യഹരിത വനം കേട്ടോ. സോ അവർക്ക് എക്സാമ്പിൾ എപ്പോഴും ചോദിച്ചാൽ മനസ്സിൽ വെച്ചേക്കുക ആരൊക്കെയാ? മഹാഗണിയും എബണിയും, അതുപോലെ ഡെസിഡിയസ് ഫോറസ്റ്റ് അല്ലെ, ഇലപൊഴിയും കാടുകൾ എന്ന് പറയും ഡെസിഡിയസ് ഫോറസ്റ്റ്. അതിന് എക്സാമ്പിൾ ആരാണ്? അതിന് തേക്കുമരം. അതുപോലെ പൈനും മോക്കൊക്കെയാണ് എന്താണ്? അത് മൗണ്ടൻ ഫോറസ്റ്റിന് ഉദാഹരണമാണ്, മൗണ്ടൻ ഫോറസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, which of the following pair is incorrect with reference to dam and their related states? അപ്പോൾ നമ്മുടെ ഡാമുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, അത് ഡാമും അതിൻ്റെ സ്റ്റേറ്റ്സുമായി. സോ ആദ്യത്തെ ഡാം ഏതാ? പോങ് ഡാം. പോങ് ഡാം, പോങ് ഡാം എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. കറക്റ്റ് ആണല്ലേ, കറക്റ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് കണ്ടെത്താനാണ് ചോദ്യം. സോ പോങ് ഡാം ഹിമാചലിലാണ്, കറക്റ്റാണ്. നമ്മുടെ ഏത് റിവറിലാണ്? നമ്മുടെ ബിയാസ് അല്ലേ, നമ്മുടെ ബിയാസ് നദിയിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാമാണ് ആര്? പോങ് ഡാം അല്ലേ. സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ്. അത് രണ്ടാമത്തെ ഇന്ദിരാസാഗർ ഡാം. ഇന്ദിരാസാഗർ ഡാം നമ്മുടെ നർമ്മദ നദിയിലാണ് പറഞ്ഞത് അല്ലേ, നമ്മുടെ നർമ്മദ റിവർ. പക്ഷെ സ്റ്റേറ്റ് ഏതല്ല? രാജസ്ഥാൻ അല്ല. ഏത് സ്റ്റേറ്റാണ്? മധ്യപ്രദേശാണ് അല്ലേ. നമ്മുടെ മധ്യപ്രദേശിലാണ് ഇന്ദിരാസാഗർ ഡാം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഏത് സ്റ്റേറ്റ് അല്ല? രാജസ്ഥാൻ അല്ല. സോ ആൻസർ നമുക്ക് കിട്ടി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. സോ ഇൻകറക്റ്റ് ഏതാണ്? ഓപ്ഷൻ ബി. കാരണം ഇന്ദിരാസാഗർ മധ്യപ്രദേശിൽ നർമ്മദ നദിയിൽ വരുന്നു. ഇനി ഓപ്ഷൻ സി നോക്കിയാണ് കൊയ്ന. യെസ്, കറക്റ്റാണ്, മഹാരാഷ്ട്രയിലാണ് അല്ലേ, കറക്റ്റാണ്. കൊയ്ന റിവർ തന്നെയാണ് അല്ലേ, കൊയ്ന റിവർ തന്നെയാണ് മഹാരാഷ്ട്രയിൽ കൊയ്ന ഇരിക്കുന്നത്, കൊയ്ന. ദെൻ ഓപ്ഷൻ ഡി കല്ലണൈ, തമിഴ്നാട്. കറക്റ്റാണ് അല്ലേ. കല്ലണയ്ക്ക് ഒരു പ്രത്യേകമുണ്ട്. കല്ലണ പ്രത്യേകം എന്താ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഡാമാണ് അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഡാം. ഏത് റിവറിലാണ്? നമ്മുടെ കാവേരി. നമ്മുടെ കാവേരി റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. കാവേരി റിവറിലാണ് ഏത്? നമ്മുടെ കല്ലണൈ എവിടെ? തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡാമും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റിവർ സിസ്റ്റത്തിൽ. ഡാം ഏത് റിവർ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്? ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. സോ കൃത്യമായി റിവർ സിസ്റ്റത്തിൽ ഡാം ഏത് റിവർ ഏത് സ്റ്റേറ്റ്, അത് കൃത്യമായി തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ചോദ്യം വരുന്ന ഒരു ഭാഗം കൂടിയാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, which of the following local storm is beneficial for tea, jute and rice cultivation? ഇതിൽ ഏത് ലോക്കൽ സ്റ്റോം ആണ് ഈ ടീ, ജൂട്ട്, റൈസ് കൾട്ടിവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? സോ നമുക്ക് ഈ ടീ
റൈസ് ഇതൊക്കെയെന്ന് പറയാൻ നമുക്ക് കേരളത്തിലും ഉണ്ട്, പക്ഷെ ജൂട്ട് കേരളത്തിലില്ല. സോ നമുക്ക് കേരളം അല്ല. അപ്പോൾ കേരളം ആയിരുന്നെങ്കിൽ ഉത്തരം ഏത് തന്നെ? നമുക്കറിയാം ഇതൊരു കേരളത്തിൻ്റെ പ്രീ മൺസൂൺ അല്ലേ, കേരളത്തിൻ്റെ പ്രീ മൺസൂൺ ആണ് ആര്? മാംഗോ ഷവർ അല്ലേ, കേരളത്തിൻ്റെ പ്രീ മൺസൂൺ മാംഗോ ഷവർ. പക്ഷെ കേരളത്തിൽ ജൂട്ടില്ല, സോ മാംഗോ ഷവർ അല്ല. പിന്നെ ലൂ എന്ന് പറയുന്നത് നമ്മുടെ എവിടെയാണ്? നോർത്ത് ഇന്ത്യയിൽ അല്ലെ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ ഏപ്രിൽ മെയ്യിലൊക്കെ വരുന്ന ഒരു ഹോട്ട് വിൻഡാണ് ആര്? ലൂ എന്ന് പറയുന്നത്. സോ ലൂ എന്തായാലും അല്ല, ലൂ അല്ല, മാംഗോ ഷവറും അല്ല. പിന്നെ ബ്ലോസം നമ്മുടെ ഏത് റീജിയനിലാണ്? കർണാടക റീജിയനിലാണ്. സോ കർണാടക റീജിയനിൽ ജൂട്ടില്ല. പിന്നെ ഉള്ളത് ഓപ്ഷൻ ഡി, നോർവെസ്റ്റർ ആണ് അല്ലേ. ഈ നോർവെസ്റ്റർ നമ്മൾ വേറൊരു പേരും പഠിച്ചിട്ടുണ്ട്. നോർവെസ്റ്റർ ഈസ് ആൾസോ നോൺ ആസ് കാൽ ബൈശാഖി അല്ലേ, കാൽ ബൈശാഖി അല്ലെ. വേറൊരു പേരുടെ പഠിച്ചിട്ടുണ്ട്. നോർവെസ്റ്റർ ഈസ് ഓൾസോ നോൺ ആസ് ബർദോളി ചീർഹ അല്ലേ. 3 പേരുകൾ അല്ലേ, നോർവെസ്റ്റർ ഓർ കാൽ ബൈശാഖി ഓർ ബർദോളി ചീർഹ. ഇതിൽ ഈ ബർദോളി ചീർഹ എന്ന പേര്, ഈ ഒരു കാറ്റിന് ബർദോളി ചീർഹ എന്ന പേരുള്ളത് എവിടെയാ? ആസാമിലാണ് ഈ കാറ്റിൻ്റെ പേര് ബർദോളി ചീർഹ. അതായത് നോർവെസ്റ്ററും കാൽ ബൈശാഖി എന്ന ഈ പേരുകൾ ഇത് വെസ്റ്റ് ബംഗാളിലെ പേരുകളാണ് അല്ലെ. ഈ കാറ്റിൻ്റെ വെസ്റ്റ് ബംഗാളിലെ പേര് സെയിം കാറ്റാ, ഒരേ കാറ്റ് വെസ്റ്റ് ബംഗാളിലും അടിക്കുന്നു, ആസാമിലും അടിക്കുന്നു. ആസാമിൽ അടിക്കുമ്പോൾ പേര് ബർദോളി ചീർഹ, വെസ്റ്റ് ബംഗാളിൽ അടിക്കുമ്പോൾ പേര് നോർവെസ്റ്റർ അഥവാ കാൽ ബൈശാഖി എന്ന പേരിൽ അറിയപ്പെടുന്നു. നോർവെസ്റ്റർ അഥവാ കാൽ ബൈശാഖി എവിടെയാ? വെസ്റ്റ് ബംഗാളിലെ പേരെന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നോക്ക്, ടീ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ടീ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് ആരാ? ആസാം അല്ലേ. അതുപോലെ ജൂട്ട് റൈസ് അല്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൂട്ട് ഉണ്ടാക്കുന്നതും ഇന്ത്യയിൽ ഏറ്റവും റൈസ് ഉണ്ടാക്കുന്ന ആരാ? വെസ്റ്റ് ബംഗാൾ അല്ലേ. സോ ആസാം, വെസ്റ്റ് ബംഗാൾ. സോ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി, നോർവെസ്റ്റർ അഥവാ കാൽ ബൈശാഖി അഥവാ മറ്റൊരു പേര് ബർദോളി ചീർഹ. സോ ഈ കാറ്റിൻ്റെ ഇതിലാണ് നമ്മുടെ ഈ പറയുന്ന ക്രോപ്സുകൾ വളരുന്നത്. കാരണം നല്ലൊരു ചോദ്യമായിരുന്നു അല്ലേ. പക്ഷെ നമുക്കറിയണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൈസ് ഉണ്ടാക്കുന്ന ഹയസ്റ്റ് റൈസ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വെസ്റ്റ് ബംഗാൾ, ജൂട്ട് വെസ്റ്റ് ബംഗാൾ, ടീ ആസാം. സോ വെസ്റ്റ് ബംഗാളിലും ആസാമിനും കോമൺ അടിക്കുന്ന കാറ്റ് ഏത് കാറ്റാ? നോർവെസ്റ്റർ അഥവാ കാൽ ബൈശാഖി അഥവാ ബർദോളി ചീർഹ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ക്ലൈമറ്റ്, അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിൻഡുകൾ കേട്ടോ. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവരെല്ലാം ഈ പറയുന്ന കാറ്റുകളെല്ലാം പ്രധാനപ്പെട്ട എന്താണ്? ഇന്ത്യയിൽ വീശുന്ന കാറ്റുകളാണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ദി ഗോദാവരി റിവർ? നമ്മുടെ ഗോദാവരി നദിയുടെ ട്രിബ്യൂട്ടറി അല്ലാത്തത് ഇതിലാരെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ഒക്കെ നമ്മൾ ഒരു റിവറിൻ്റെ ക്ലാസ് ചെയ്ത് കാണാം. ആ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അല്ലേ. പൂർണ്ണ ഗോദാവരിയുടെ ആണോ? അല്ല. പൂർണ്ണ, ഗിർണ ഇതൊക്കെ ആരുടെയാ? താപ്പിയുടെ അല്ലേ. പിന്നെ കബനി, നമ്മുടെ കബനി, ഭവാനി അല്ലേ, ഇവരൊക്കെ ആരുടെയാ? കബനി, ഭവാനിയൊക്കെ കാവേരിയാണ്. സോ അല്ല. പിന്നെ കൊയ്ന, ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര, കൊയ്ന അത് കൃഷ്ണയുടെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ മാഞ്ചിറ, യെസ് കറക്റ്റ്, മാഞ്ചിറ ആരുടെയാണ്? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറിയാണ് കേട്ടോ, ഗോദാവരിയുടെ. സോ ഈ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നോട്ടല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ആരെന്നാണ് ചോദ്യം, നോട്ടല്ല കേട്ടോ, ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി. ബാക്കി 3ഉം വേറെ റിവേഴ്സിൻ്റെ എന്താണ്? ട്രിബ്യൂട്ടറി. ലൂ ആണ് ആ ഒരു ഹോട്ട് ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്, ആരാണ്? ലൂ. അതുപോലെ ചിനൂക്ക് നമ്മുടെ നോർത്ത് അമേരിക്കയിൽ വീശുന്നൊരു കാറ്റാണ്. മാംഗോ ഷവർ നമ്മൾ കണ്ടു കേരളത്തിൽ, കാൽബാശി നമ്മൾ കണ്ടു എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് ഈ വിൻഡ് എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, അത് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ് ഡാഷ്? നമ്മുടെ എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേരെന്ത്? സോ നമുക്കറിയാം എർത്തിനെ നമുക്ക് 3ആയി തിരിക്കാൻ പറ്റും അല്ലേ. ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ അല്ലേ.
ഭൂമിയുടെ അല്ലേ എർത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഇതിലിപ്പം ഇന്നർ മോസ്റ്റ് പാർട്ടാണ് ആര്? കോർ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് ആര്? ക്രസ്റ്റ്. സോ നമ്മളെ ക്വസ്റ്റ്യൻ കിട്ടി, ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് കാൾഡ്, ഓപ്ഷൻ ബി ക്രസ്റ്റ് ആണ്. ക്രസ്റ്റിനെയാണ് എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇതിപ്പം ഔട്ടർ മോസ്റ്റ് ഇന്നർ മോസ്റ്റ് ആയിരുന്നെങ്കിൽ ഏതാ ആൻസർ? ഡി, കോർ ആയിരുന്നു ഞാൻ അല്ലേ. ഇന്നർ മോസ്റ്റ് ആയിരുന്നെങ്കിൽ കോർ, ഔട്ടർ മോസ്റ്റ് ആയതുകൊണ്ട് ഏതാണ് ആൻസർ? ക്രസ്റ്റ് ആണ്. സോ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ് എന്താണ്? ക്രസ്റ്റ് എന്ന് പറയാം. സിമ്പിൾ. നമ്മുടെ ഈ ചാപ്റ്റർ നമ്മുടെ എർത്തിൻ്റെ സ്ട്രക്ചറാണ്, സ്ട്രക്ചർ ഓഫ് എർത്ത്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ, ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ, സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. സോ കൃത്യമായി പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്രോപ്സ് ഈസ് നോട്ട് ഗ്രോൺ ഡ്യൂറിങ് ദി സെയ്ദ് സീസൺ ഇൻ ഇന്ത്യ? സെയ്ദ് നമ്മുടെ സീസൺ ക്രോപ്സുകൾ നമ്മൾ ഇതിനു മുമ്പും പല ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലേ, ഖാരിഫ്, റാബി, സെയ്ദ് അല്ലേ. ഇപ്പം നമുക്കറിയാം ഖാരിഫ് എന്ന് പറഞ്ഞാൽ ഏത് സീസണാണ്? മൺസൂണിലാണ്, മഴക്കാലത്ത്. റാബി ആണെങ്കിലോ വിൻ്ററാണ്. എന്നാൽ സെയ്ദ് ആണെങ്കിലോ സമ്മർ സീസൺ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സാണ്. സോ സെയ്ദിന് എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? സെയ്ദിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അല്ലേ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോട്ട് സെയ്ദ് എന്നാണ് അല്ലേ. സോ ഓപ്ഷൻ നോക്കണം, കുക്കുംബർ വെജിറ്റബിൾ, വാട്ടർമെലൺ ഫ്രൂട്ട്സ്, മാംഗോ ഫ്രൂട്ട്സ്, റൈസ്. റൈസ് എന്താ? റൈസ് ഒരു ഖാരിഫ് ക്രോപ്സ് ആണ് അല്ലേ. റൈസ് എന്താണ്? റൈസ് ഒരു ഖാരിഫ് ക്രോപ്സ് ആണ്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ഖാരിഫ്. ഓപ്ഷൻ ഡി റൈസ്. ഓപ്ഷൻ ഡി റൈസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിൽസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ഈസ്റ്റേൺ ഗട്ട്സ്? ഈസ്റ്റേൺ ഗട്ട്സിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹിൽസ് ഏതാണ്? ഓപ്ഷൻ എ നാഗ ഹിൽസ്, ഓപ്ഷൻ ബി ഗാസി ഹിൽസ്, ഓപ്ഷൻ സി ഷിവറോയ് ഹിൽസ്, ഓപ്ഷൻ ഡി ആനമുടി. ഏത് മലയാടാ ഈസ്റ്റേൺ ഗട്ട്സ്? നമ്മുടെ ഈ നാഗ ഹിൽസ്, ഗാസി, ഷിവറോയ്, ആനമുടി. ഇപ്പം നാഗ ഹിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെയാണ്? നമ്മുടെ നാഗാലാൻഡിലാണ് വരണം. സോ നാഗാലാൻഡിൽ ആരില്ല? ഈസ്റ്റേൺ ഗട്ട്സ് ഇല്ലല്ലോ. പക്ഷെ നാഗ ഹിൽസ് എന്തിൻ്റെ ഭാഗമാണ്? നമ്മുടെ പൂർവാചൽസിൻ്റെ ഭാഗമാണ്. പിന്നെ ഗാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെയാണ്? മേഘാലയയാണ്. സോ അല്ല. ആനമുടി നമ്മുടെ കേരളത്തിലാണ് അല്ലേ. സോ പക്ഷെ അത് കേരള ആയതുകൊണ്ട് ഈസ്റ്റേൺ ഗട്ട്സ് അല്ല. ആരാണ്? വെസ്റ്റേൺ ഗട്ട്സ് ആണ്. സോ ഒരു ഉത്തരവല്ലേ ഉള്ളൂ, ഓപ്ഷൻ സി ഷിവറോയ് ഹിൽസ്. ഷിവറോയ് കുന്നുകളാണ് ഈസ്റ്റേൺ ഗട്ട്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഹിൽസ് എന്ന് പറയുന്നത്. സോ അതുപോലെ ഈസ്റ്റേൺ ഗട്ട്സിൽ ഹൈയസ്റ്റ് പീക്ക് ആരാ? ലാസ്റ്റ് നമ്മൾ ഒരു സെഷനിൽ ചെയ്തതാണല്ലേ. ഈസ്റ്റേൺ ഗട്ട്സിൽ ഹൈയസ്റ്റ് പീക്ക് ആരാ? അത് ജിന്ദാഗാഡയാണ് അല്ലേ. ജിന്ദാഗാഡ. സെക്കൻഡ് മഹേന്ദ്രഗിരിയാണ് രണ്ടാമത്തെ ഹൈയസ്റ്റ് പീക്ക്. ഫസ്റ്റ് ജിന്ദാഗാഡയും സെക്കൻഡ് ആരാണ്? മഹേന്ദ്രഗിരി. ഇവിടുത്തെ ഈസ്റ്റേൺ ഗട്ട്സിലെ ഹൈയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വെൽഡ് ആർ ഗ്രാസ് ലാൻഡ്സ് ഓഫ്? വെൽഡ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ചെറിയൊരു പാർട്ടാണ് ഈ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത്. ഒരു 4-5 വാക്കേ ഉള്ളൂ. അത് കൃത്യമായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡ്സ് ആണ് സ്റ്റെപ്പിസ് എന്ന് പറയും. സ്റ്റെപ്പിസ് എവിടെയാണ്? ഏഷ്യയിൽ കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡ്. അതുപോലെ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു ഗ്രാസ് ലാൻഡാണ് വെൽഡ് എന്ന് പറയും. സോ ആൻസർ ഓപ്ഷൻ ഡി ആഫ്രിക്കയാണ്, വെൽഡ്. ഒന്ന് വെൽഡും മറ്റൊന്ന് സാവന്ന കേട്ടോ. വെൽഡും സാവന്നയും എവിടെയാണ്? ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡാണ് വെൽഡും സാവന്നയും. അതുപോലെ അമേരിക്ക. പക്ഷെ അമേരിക്ക നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നോർത്ത് അമേരിക്കയുമുണ്ട്, സൗത്ത് അമേരിക്കയുമുണ്ട്. നമ്മുടെ നോർത്ത് അമേരിക്കയിൽ കാണുന്ന ഗ്രാസ് ലാൻഡ്സ് ആണ് പ്രയറി എന്ന് പറയും. പ്രയറി ഗ്രാസ് ലാൻഡ്സ്.
സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡ്സ് ആണ് പാമ്പാസ് എന്ന് പറയും. പാമ്പാസ് കേട്ടോ, അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. നോർത്ത് അമേരിക്കയിൽ പ്രയറിയും സൗത്ത് അമേരിക്കയിൽ പാമ്പാസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്രാസ് ലാൻഡ്സുമാണ് കാണുന്നത്. അതുപോലെ ഒരു മറ്റൊരു സംഭവമുണ്ട്. ഈ സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് നമ്മുടെ ബ്രസീൽ അല്ലേ. ഈ ബ്രസീലിൽ ഒരു പർട്ടിക്കുലർ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. അത് പാമ്പാസ് അല്ല, ബ്രസീലിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഗ്രാസ് ലാൻഡ്സ് ആണ് കാംബോസ് എന്ന് പറയും. ഇതൊരിക്കലും ഒരു CGL നിന്ന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ബ്രസീലിലെ ഗ്രാസ് ലാൻഡ് ഏത്? ബ്രസീലിലെ ഗ്രാസ് ലാൻഡിൻ്റെ പേരാണ് കാംബോസ് എന്ന് പറയും. കാംബോസ് എന്ന് പറയുന്ന ഒരുതരം ഗ്രാസ് ലാൻഡ് ആണ് ഇവിടെ കാണപ്പെടുന്നത്, ബ്രസീലിൽ കാണപ്പെടുന്നത്. പക്ഷെ ബ്രസീൽ ഏത് കോണ്ടിനെൻ്റാ? സൗത്ത് അമേരിക്കയാണ്. പക്ഷെ അവിടെ എന്തല്ല, പാമ്പാസ് അല്ല, ഈ കാംബോസ് എന്ന് പറയുന്ന ഒരുതരം ഗ്രാസ് ലാൻഡാണ് കാണപ്പെടുന്നത്. അതുപോലെ പിന്നെ ഓസ്ട്രേലിയ കാണപ്പെടുന്ന ഒരു ഗ്രാസ് ലാൻഡാണ് ഡൗൺസ് എന്ന് പറയും. ഡൗൺസ് കേട്ടോ. പിന്നെ നമ്മുടെ യൂറോപ്പിലും ഇതേ സ്റ്റെപ്പിസ് തന്നെയാണ് കേട്ടോ. ഏഷ്യ, യൂറോപ്പ്, യുറേഷ്യ എന്ന് ഓർത്താൽ മതി. യൂറോപ്പിലും ഏഷ്യയിലും സ്റ്റെപ്പിസ് തന്നെയാണ് കേട്ടോ. സ്റ്റെപ്പിസ് യൂറോപ്പിലും ഏഷ്യയിലും സ്റ്റെപ്പിസ് ആണ്. ആഫ്രിക്കയിൽ 2 ഉണ്ട്. ഒന്ന് വേൾഡും രണ്ടാമത്തത് സാവന്ന. നോർത്ത് അമേരിക്കയിൽ പ്രയറി, സൗത്ത് അമേരിക്കയിൽ പാമ്പാസ്. അതുപോലെ ബ്രസീലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡാണ് ആര്? ബ്രസീലിൽ കാംബോസ് എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ്. ഓക്കെ, അതിന് അടുത്ത സ്ലൈഡ് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ജോഗ് ഫാൾസ് ലൊക്കേറ്റഡ്? ജോഗ് വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു? ജോഗ് വാട്ടർഫാൾ. നമ്മുടെ ജോഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം നമ്മുടെ കർണാടകയിലെ കുഞ്ചിക്കൽ വാട്ടർഫാളാണ്. കുഞ്ചിക്കൽ വാട്ടർഫാളാണ് ഇന്ത്യയിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾ. പലപ്പോഴും പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾ, ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് കുഞ്ചിക്കൽ വാട്ടർഫാളാണ്. അത് നമ്മുടെ കർണാടകയിൽ തന്നെ വരാഹി എന്ന് പറയുന്ന റിവറിലാണ്. വരാഹി റിവർ, കർണാടകയിലെ വരാഹി റിവറിലാണ് ഈ കുഞ്ചിക്കൽ വാട്ടർഫാൾ ഇരിക്കുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ടാളസ്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷനിൽ കുഞ്ചിക്കൽ വാട്ടർഫാൾ എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ എടുക്കാം? കർണാടകയിൽ തന്നെയുള്ള ജോഗ്. എവിടെയാ? കർണാടകയിൽ നമ്മുടെ കർണാടകയിലെ ശരാവതി റിവറിലാണ് ആരിരിക്കുന്നത്? ജോഗ് വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം ജോഗ് അല്ല ശരിക്കും ഏറ്റവും ഉയരം കൂടിയത്, കുഞ്ചിക്കലാണ് ഏറ്റവും ഉയരം കൂടിയത്. പക്ഷെ ഓപ്ഷൻ ബേസ്ഡ് നമ്മൾ ആൻസർ എടുക്കാൻ. ഓപ്ഷനിൽ കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ എടുക്കാം? ജോഗിനെ എടുക്കാം. ജോഗിന് വേറൊരു പേരുണ്ട്. ജോഗ് ഈസ് ഓൾസോ നോൺ ആസ് ഗർസാപ്പോ വാട്ടർഫാൾ എന്നും അറിയപ്പെടും. ഗർസാപ്പോ കേട്ടോ. ജോഗ് വാട്ടർഫാൾ ഈസ് ഓൾസോ നോൺ ആസ് ഗർസാപ്പോ വാട്ടർഫാൾ. ഇത് കർണാടകയിൽ ശരാവതി റിവറിലാണ് നമ്മുടെ ജോഗ് വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. സോ വാട്ടർഫാളിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. സോ വാട്ടർഫാൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ? അടുത്ത ചോദ്യം, ദ നോർത്തേൺ പ്ലെയിൻ ഓഫ് ഇന്ത്യ ആർ മേഡ് അപ്പ് ഓഫ് ഡാഷ്. നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രാഫിയിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാരണം നോർത്തേൺ പ്ലെയിൻ, നമ്മുടെ ഇന്ത്യയിലെ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഡെപ്പോസിഷണൽ പ്ലെയിൻസ് ആണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ, നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന സോയിൽസ് അല്ലേ, സോയിൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവുന്ന പ്ലെയിനാണ് ആര്? ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, അത് ഏത് സോയിൽ എന്നാണ് ചോദ്യം. അത് ഏത് സോയിൽ? ഏത് സോയിലാടാ? നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന സോയിൽ ഏതാ? അത് ഓപ്ഷൻ ബി, അലൂവിയൽ സോയിലുകളാണ് അല്ലേ. അലൂവിയൽ സോയിലുകളെയാണ് ഹിമാലയത്തിലെ നദികൾ എന്ത് ചെയ്യുന്നത്? വഹിച്ചുകൊണ്ട് വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ? അലൂവിയൽ സോയിലുകൾ അല്ലേ. അതുപോലെ ഈ അലൂവിയൽ സോയിൽ 2 ടൈപ്പ് ഉണ്ടല്ലേ. ഏതൊക്കെ അലൂവിയൽ സോയിലിൻ്റെ 2 ടൈപ്പ്? ന്യൂ അലൂവിയലുമുണ്ട്, ഓൾഡ് അലൂവിയലുമുണ്ട് അല്ലേ. ന്യൂ അലൂവിയലുമുണ്ട്, ഓൾഡ് അലൂവിയലുമുണ്ട്. ന്യൂ അലൂവിയൽ ഇസ് നോൺ ആസ് ഏതാ? ഖാദർ സോയിൽ. ഓൾഡ് അലൂവിയൽ ഇസ് നോൺ ആസ് ഏതാ? ബാങ്കർ സോയിൽ
ഖാദറും ഉണ്ട്, ബാങ്കറും ഉണ്ട്. ഖാദർ ഈസ് നോൺ ആസ് ന്യൂ അലുവിൽ, ബാങ്കർ ഈസ് നോൺ ആസ് ഓൾഡ് അലുവിൽ. അങ്ങനെ രണ്ട് ടൈപ്പ് എന്തുണ്ട്? അലൂവിയൽ സോയിലുകളുണ്ട്. ന്യൂ അലൂവിലും ഉണ്ട്, ഓൾഡ് അലൂവിലും ഉണ്ട് കേട്ടാ. അങ്ങനെ രണ്ട് ടൈപ്പ് എന്തുണ്ട്? അലൂവിയൽ സോയിലുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നോർത്തേൺ പ്ലെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് വിച്ച് സോയിൽ എന്ന് ചോദിച്ചാൽ അത് അലൂവിയൽ സോയിലുകളാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഖാദറും ബാങ്കറും നമുക്ക് പറയാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഇഗ്നിയസ് റോക്ക്? നമ്മുടെ ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആരെന്നാണ് നമ്മുടെ ചോദ്യം. സോ നമുക്കറിയാം 3 ടൈപ്പ് റോക്ക് ഉണ്ടല്ലേ. അതൊക്കെയാണ്, ഒന്ന് നമ്മുടെ ഇഗ്നിയസ്, രണ്ടേതാ സെഡിമെൻ്ററി, ദെൻ തേർഡ് വൺ മെറ്റാമോർഫിക് റോക്സ്. 3 ടൈപ്പ് എന്തുണ്ട്? റോക്സ് ഉണ്ട് അല്ലേ. എന്താണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ? ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾക്കാനയിൽ നിന്ന് അല്ലേ, നമ്മുടെ വോൾക്കാനയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവ എന്തായി തണുത്ത് എന്തായി മാറും? റോക്സായി മാറും. ആ റോക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇഗ്നിയസ് റോക്ക് അല്ലേ. നമ്മുടെ വോൾക്കാനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവ തണുത്ത് എന്തായി പാറയാവും. അതിന് ഉണ്ടാകുന്ന റോക്സാണ് ആര്? ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസിന് എക്സാമ്പിൾ ആരൊക്കെയാ? ഇഗ്നിയസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ബസാൾട്ട് റോക്ക് അല്ലേ, ബസാൾട്ട്, ഗബ്രോ, ഗ്രാനൈറ്റ്, ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ബസാൾട്ട്, ഗബ്രോ, ഗ്രാനൈറ്റ്. ഇനി സെഡിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താ? സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്പോസിഷൻ അല്ലേ. വസ്തുക്കൾ വന്ന് അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന റോക്സുകളെ വിളിക്കുന്ന പേരാണെന്ത്? സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നല്ലേ. സോ അതിന് എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ നമ്മുടെ ലൈം സ്റ്റോൺ അല്ലേ, ചുണ്ണാമ്പ് കല്ല്, അതുപോലെ ജിപ്സം, സാൻഡ് സ്റ്റോൺ അല്ലേ. ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ റോക്സുകളെല്ലാം എന്താണ്? സെഡിമെൻ്ററി റോക്സുകളാണ്. ദെൻ ഏറ്റവും ലാസ്റ്റ് മെറ്റാമോർഫിക് അല്ലേ. നമ്മുടെ എന്താണ് മോർഫിക് നമ്മൾ പറയും. അതെന്താ മോർഫിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ലേ പിക്ചർ മോർഫ് ചെയ്യുന്ന പറയാറില്ലേ, പിക്ചർ മോർഫ് ചെയ്യുക എന്ന് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചേഞ്ച്, ഒരു രൂപമാറ്റം അല്ലേ. അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് രൂപമാറി ഉണ്ടാവുന്ന റോക്സുകൾ വിളിക്കുന്ന പേരാണെന്ത്? മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നു അല്ലേ. സോ അതിന് എക്സാമ്പിൾ എന്താ? അതിന് എക്സാമ്പിൾ വളരെ കട്ടി കൂടി അല്ലേ, ഡയമണ്ട്, അതുപോലെ മാർബിൾ, ഇവരൊക്കെയാണ് ആർക്ക്? നമ്മുടെ എന്തിന് എക്സാമ്പിൾ? മെറ്റാമോർഫിക്കിന് എക്സാമ്പിൾ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ടൈപ്പ് ഓഫ് ഇഗ്നിയസ്? ഇഗ്നിയസ് ആരെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇഗ്നിയസ് നമ്മുടെ ഓപ്ഷൻ ആരിലുണ്ടോ നോക്ക്. ബസാൾട്ടോ, ഗബ്രോ, ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ഉണ്ട്. ഓപ്ഷൻ ഡി ഗ്രാനൈറ്റ് ആണ് ആൻസർ. നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചതാണല്ലോ ഗ്രാനൈറ്റ്. സോ ഓപ്ഷൻ ഡി ഗ്രാനൈറ്റ് ആണ് ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ ഫീൽഡ് ഏതാണ്? റാണിഗഞ്ച്, ബൊക്കാറോ, ജാറിയ, കരൺപുര. റാണിഗഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് കോൾ ഫീൽഡാണ് അല്ലേ. എവിടെയാ? വെസ്റ്റ് ബംഗാൾ. നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ് റാണിഗഞ്ച് വരുന്നത്. റാണിഗഞ്ച് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കോൾ ഫീൽഡാണ്. ദെൻ ജാറിയയോ? ജാറിയ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് കോൾ ഫീൽഡ്. സോ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ജാറിയ. നമ്മുടെ ജാർഖണ്ഡിലാണ് പറഞ്ഞത്. നമ്മുടെ ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ ഫീൽഡ് കേട്ടോ. ഏറ്റവും ഓൾഡസ്റ്റ് റാണിഗഞ്ചും ഏറ്റവും വലുത് ആരും ചോദിച്ചാൽ ആരാണത്? ജാർഖണ്ഡിലെ ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് കോൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് റിവർ ഈസ് നോൺ ആസ് സോറോ ഓഫ് ബീഹാർ? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ആര് അല്ലേ? സോ ഓപ്ഷൻ ബി കോസി അല്ലേ. ബീഹാറിൻ്റെ ദുഃഖം, ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന നദിയാണ് ആര്? കോസി എന്ന് പറയുന്നത്. അതുപോലെ ബ്രഹ്മപുത്രയും ഒരു ദുഃഖമാണല്ലേ. ആരുടെ ദുഃഖമാണ്? ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കും അസാമിൻ്റെ ദുഃഖം ആര്? ബ്രഹ്മപുത്ര. അതുപോലെ ദാമോദറും
ഒരിടത്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കും അല്ലേ ഇവിടെ? ബംഗാൾ, സോർ ഓഫ് ബംഗാൾ, ദാമോദർ, ബംഗാളിൻ്റെ ദുഃഖം. അതുപോലെ മഹാനദിയും ഒരു ദുഃഖം തന്നെയാണ്. എവിടെയാ? ഒഡീഷ, ഒഡീഷയുടെ ദുഃഖം, സോർ ഓഫ് ഒഡീഷ, മഹാനദി. ഒഡീഷയുടെ ദുഃഖം ആരാണ്? മഹാനദി. കേട്ടോ. ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര, ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ, ഒഡീഷയുടെ ദുഃഖം മഹാനദി. അതുപോലെ ബീഹാറിൻ്റെ ദുഃഖം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് കോസിയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിൽസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പൂർവാചൽ? പൂർവാചലിൻ്റെ ഭാഗമല്ലാത്ത ഹിൽസ് ഇതിലാരാണ്? സോ പൂർവാചൽ നമുക്കറിയാം നമ്മുടെ നോർത്ത് ഈസ്റ്റ് വരുന്ന മലയാണല്ലേ. അത് നമ്മുടെ അരുണാചൽ പ്രദേശിലുണ്ട്, നാഗാലാൻഡിലുണ്ട്, മണിപ്പൂരിലുണ്ട്, അറ്റ് ലാസ്റ്റ് മിസോറാമിലുണ്ട് അല്ലേ. പക്ഷേ ഈ 4 സ്റ്റേറ്റിലും ഇത് 4 പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ അതിൻ്റെ പേര് പത്കൈ ബം എന്ന പേരിലാണ് അരുണാചലിൽ. നാഗാലാൻഡിലോ നാഗാ ഹിൽസ്, മണിപ്പൂരിലോ മണിപ്പൂരി ഹിൽസ്, മിസോറാമിലാണെങ്കിൽ മിസോ ഹിൽസ് എന്നും അറിയപ്പെടും, അല്ലെങ്കിൽ ഒരു പേരുണ്ട് ലൂഷായി ഹിൽസ് എന്നും അറിയപ്പെടും. ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. സോ ഇതെല്ലാം പൂർവാചലാണ്. സോ നോട്ട് എ പാർട്ട് ഓഫ് ആരും നോക്ക്. ഇതിലിപ്പം പത്കേബം ഉണ്ട്, സോ പാർട്ടാണ്. മിസയുണ്ട്, നാഗയുണ്ട്, ഗാസി അല്ലേ. ഗാസി ഹിൽസ് നമുക്കറിയാം മേഘാലയയിലെ കുന്നാണ് അല്ലേ. നമ്മുടെ മേഘാലയയിലാണ് ഗാസി, ഗാരോ ട്രൈബൊക്കെ ഉള്ള അല്ലേ ഗാസി. പക്ഷെ അത് ആരുടെ ഭാഗമല്ല? പൂർവാചലിൻ്റെ ഭാഗമല്ല. പൂർവാചലിൻ്റെ ഭാഗമല്ല ആര്? ഗാസി ഹിൽസ്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ എ ഗാസിയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഓഫ് സോളാർ സിസ്റ്റം? നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ആരാണ്? ആരാണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം? നമുക്കറിയാം നമ്മുടെ വീനസ് ആണ്. ഓപ്ഷൻ സി വീനസ്. അതിന് മെയിൻ കാരണം വീനസിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളമായി ഉള്ള ഒരു പ്ലാനറ്റാണ് ആര്? വീനസ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഏറ്റവും ചൂട് കൂടി, ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റാണ് ആര്? വീനസ് എന്ന് പറയുന്നത്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ആരാണ്? വീനസ് ആണ്. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് വീനസ്. അതുപോലെ വീനസിൽ മറ്റൊരു പ്രത്യേകമുണ്ട്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് മഴ പെയ്യുന്ന ഗ്രഹം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായ റിപ്പീറ്റ് ചോദിക്കാറുണ്ട്. സൾഫ്യൂരിക് ആസിഡ് മഴ പെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വീനസ് ആണ്. അല്ല, സൾഫ്യൂരിക് ആസിഡ് മഴ പെയ്യുന്നത് കാരണം അവിടുത്തെ ക്ലൗഡ്സ് സൾഫർ ഡയോക്സൈഡ് കൊണ്ടാണ് എന്ത് ആസിഡ് മഴ എവിടെ പെയ്യാറുണ്ട്? വീനസിൽ പെയ്യാറുണ്ട്. ഓക്കെ, ഇതിനടുത്ത ദിവസത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിര ഏഴാണ്. ഓൾഡസ്റ്റ്. ഇതിപ്പം യങ്ങസ്റ്റ് ആയിരുന്നു ചോദ്യമെങ്കിൽ നമുക്കറിയാം യങ്ങസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ് വരും ആര്? ഹിമാലയമാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾഡസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഓപ്ഷൻ ഡി ആരാവല്ലി അല്ലേ. ആരാവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും എന്താണ് പഴക്കം ചെന്ന മലനിര. ദ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ ആരും ചോദിച്ചാൽ ആരാണ്? അത് ആരാവല്ലിയാണ്. അതുപോലെ നമ്മുടെ ആരാവല്ലി ഒരു വലിയൊരു പീക്ക് ഉണ്ടല്ലേ, വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ആരാവല്ലി. ആരാവല്ലി ഏറ്റവും ഉയരം കൂടി കൊടുമുടി ആരാടാ? അത് ഗുരു ഷിക്കാറാണ്. ഗുരു ഷിക്കാറാണ് ആരാവല്ലിയിലെ ഏറ്റവും ഹയസ്റ്റ് എന്തെന്ന് പറയുന്നത് പീക്ക്. ഹയസ്റ്റ് പീക്ക് ഇൻ ആരാവല്ലി ആരാണ്? ഗുരുഷിക്കാർ നമ്മുടെ രാജസ്ഥാനിലാണ് വരുന്നത് കേട്ടോ. എവിടെയാണ്? രാജസ്ഥാനിലാണ് ഗുരുഷിക്കാർ വരുന്നത്. നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ഹയസ്റ്റ് പീക്കാണ് ആര്? നമ്മുടെ രാജസ്ഥാനിലെ ഗുരുഷിക്കാർ എന്ന് പറയുന്നത്. ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കണ്ട ക്വസ്റ്റിനിൽ തന്നെ വ്യത്യാസമുണ്ട്. കണ്ടെയ്നറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട്. ഏറ്റവും വലിയ ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ ഏത് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ മുംബൈ പോർട്ടായിരുന്നു ഉത്തരം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് മുംബൈ. പക്ഷെ നമ്മുടെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെ നവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട്, അല്ലെങ്കിൽ വേറൊരു പേരാണ് നവശവ എന്ന് പറയും. നവശവ അഥവാ ജവഹർലാൽ നെഹ്റു പോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പോർട്ട് ചോദിച്ചാൽ അത് മുംബൈ പോർട്ടാണ്. രണ്ടാണ്. മുംബൈ പോർട്ട് വേറെയാണ്, നവശവ വേറെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ചോദിച്ചാൽ മുംബൈ പോർട്ടും, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ചോദിച്ചാൽ അതാരാണ്? അത് നവശവ അഥവാ ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. പിന്നെ എണ്ണൂർ എവിടെയാ? എണ്ണൂർ പോർട്ട് നമ്മുടെ തമിഴ്നാട്ടിലാണ് അല്ലേ? തമിഴ്നാട്ടിലാണ് എണ്ണൂർ. പാരാദ്വീപ് നമ്മുടെ ഒഡീഷയിലാണ്. അതുപോലെ ചെന്നൈ പോർട്ട് തമിഴ്നാട്ടിലാണ് അല്ലേ? സോ നമ്മളെ പോർട്ടുകളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പോർട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പോർട്സുകൾ കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാസ് കണക്ട് ദി കുളു വാലി ആൻഡ് സ്പിത്തി വാലി? നമ്മുടെ ചുരങ്ങളിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പാസുകൾ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുളു സ്പിത്തിയൊക്കെ എവിടെയാണ്? നമ്മുടെ ഹിമാചൽ പ്രദേശിലെ രണ്ട് സ്ഥലമാണ് കുളുവും സ്പിത്തി എന്ന് പറയുന്നത് അല്ലേ? സോ ഈ സ്ഥലങ്ങൾ രണ്ടും കണക്ട് ചെയ്യുന്ന ചുരം ഏത്? നോക്കാം. ഓപ്ഷൻ എ ബനിഹൽ പാസ്. ഈ ബനിഹൽ പാസ് എന്ന് പറയുന്നത് നമ്മുടെ ജമ്മുവിലാണ് പറഞ്ഞ, ഹിമാചലിലല്ല അല്ലേ? കാരണം ബനിഹൽ ആരൊക്കെ തമ്മില? ശ്രീനഗറിനെ ജമ്മുവുമായി കണക്ട് ചെയ്യുന്ന ഒരു ചുരമാണ് ഏത്? ബനിഹൽ പാസ്. ശ്രീനഗറിനെ ജമ്മു. സോജിലയോ സെയിം. ശ്രീനഗറിനെ ലേയുമായി, നമ്മുടെ ലഡാക്കിൽ അല്ലേ? ശ്രീനഗറിലെ സോജില. സോ ഇത് രണ്ടും എന്തായാലും അല്ല അല്ലേ? ശ്രീനഗർ ജമ്മു, ബനിഹൽ പാസ്, ശ്രീനഗറിലെ സോജില പാസ്. അത് രണ്ടും ഓർത്ത് വെച്ചോ, ഒറ്റയടി പഠിക്കും. കാരണം രണ്ടും ശ്രീനഗർ കോമൺ ആണ്. ശ്രീനഗർ ഒരു വശത്ത്, ജമ്മു ഒരു വശത്ത് ലേ. ഇനി റോക്തങ് പാസ്. യെസ്, നമുക്കറിയാം റോക്തങ് പാസ് എവിടെ തന്നെയാണ്? ഹിമാചലിൽ തന്നെയാണ്. സോ ഇത് റോക്തങ് കണക്ട് ചെയ്യുന്നത് നമ്മുടെ മണാലിയെ, നമ്മുടെ കുളുവിലെ മണാലിയെ സ്പിത്തിയുമായിട്ടാണ്. സോ ഓപ്ഷൻ സി, കുളു വാലി ആൻഡ് സ്പിത്തി വാലി കണക്ട് ചെയ്ത റോക്തങ് പാസ്. മണാലി സ്പിത്തി ഏതാണ്? റോക്തങ് പാസ്. ഇനി ലീപ്പിലേക്കോ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ചുരമാണല്ലേ? നമ്മുടെ ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഏത്? ലിപ്പിലേക്ക് പാസ് എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിനെ ടിബറ്റ്. അതുപോലെ ഈ ഷിപ്കില കേട്ടിട്ടുണ്ടോ? ഷിപ്കില പാസ് വേറൊരു ചുരം. ഇത് നമ്മുടെ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി കണക്ട് ചെയ്യും. ഹിമാചൽ പ്രദേശ് ടിബറ്റ്, ഷിപ്കില പാസ് കേട്ടോ. ഷിപ്കില പാസ് കണക്ട് ഹിമാചൽ പ്രദേശ് ടിബറ്റ് കേട്ടോ. അതുപോലെ ഒന്നാണ് നാതുലയും ജലപ്ല, രണ്ട് ചുരം. നാതുല പാസും ജലപ്ല പാസും. ഇത് നമ്മുടെ സിക്കിം ഉണ്ടല്ലോ, സിക്കിമിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന പാസ്. സിക്കിം ടിബറ്റ്, നാതുലയും ജലപ്ലയുമാണ് സിക്കിം ടിബറ്റിനെ കണക്ട് ചെയ്യുന്ന പാസുകൾ എന്ന് പറയുന്നത്. സോ നമുക്ക് പാസുകൾ, ചുരങ്ങൾ എന്ന് പറയുന്ന എക്സാം പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. സോ ഇന്ത്യൻ ജോഗ്രഫിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു സെറ്റിൽ എടുത്തിട്ടുള്ളത്. 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ ചോദിച്ച ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്തി പഠിക്കാം. കാരണം നമ്മൾ ഓരോ ടോപ്പിക്ക് നമ്മൾ കണ്ടല്ലോ. സോ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും വരുന്നതാണ്. ജോഗ്രഫിയുടെ സെഷൻസ് ഒക്കെ ഇനിയും വരുന്നതാണ്. സോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പഠിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.